രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിലെത്തിയത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയോടെയാണെന്ന വിജയരാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ചിരിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ. വിജയരാഘവൻ പറഞ്ഞത് കൃത്യമായ കാര്യമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നവർ ഉൾപ്പെടെ മുസ്ലിം ലീഗിലുണ്ട്. എന്തുകൊണ്ടും ലീഗ് രാഷ്ട്രീയത്തെ എതിർക്കേണ്ട കാലഘട്ടമാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി. മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. ഇത്തവണ CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത് അങ്ങയുടെ മണ്ഡലത്തിൽ കൂടിയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, എങ്ങനെയാണ് പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും? താനൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ സമ്മേളനം അവിടെ വെച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളും ഇതുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ പറഞ്ഞിരുന്നത് UDF മിക്കയിടങ്ങളിലും വിജയിച്ചത് ജമാഅത്ത് ഇസ്ലാമി STPI പിന്തുണയോടുകൂടിയാണ്. വയനാട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. മലപ്പുറത്ത് സമ്മേളനം നടക്കാൻ പോകുമ്പോഴും മലപ്പുറത്തും അത്തരമൊരു സ്ഥിതിവിശേഷമുണ്ടെന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കുണ്ടോ? ഈ ജമാഅത്ത് ഇസ്ലാമി STPI പോലെയുള്ള രാഷ്ട്രീയ സാമുദായിക അത്തരം സംഘടനകളുടെ ഒരു പിന്തുണ മുസ്ലിം ലീഗ് തേടുന്നുണ്ടെന്ന കാര്യത്തിൽ സഖാവ് വിജയരാഘവൻ പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. അദ്ദേഹം പറഞ്ഞതെന്താ, ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ശക്തമായി എതിർക്കുക, രണ്ടും ചെയ്തുകൊണ്ടാണ് പാർട്ടി വന്നത്. ഇവിടെ മുസ്ലിം ലീഗ് പോലുള്ള ജനാധിപത്യ പാർട്ടിയാണ് എന്ന് വിളംബരം ചെയ്യുന്ന ഒരു പാർട്ടി തന്നെ STPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പാർട്ടികൾ കൂടി ചേർന്നുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, താൽക്കാലികമായ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ STPI ഉൾപ്പെടെ ചേർത്ത് പറയുന്നതോട് ചോദിക്കുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ആ ആശയത്തിൽ ആ സംഘടനയിൽ ആകർഷകരായിരുന്ന ആളുകൾ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ പാകത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണോ? കേരളത്തിൽ ഉടനീളം നടക്കുന്നതാണ്. അപ്പോൾ അത് അപകടകരമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ച കാര്യം. നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൽ ഉൾപ്പെടെ മുൻപ് പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെ സജീവമായിട്ടുണ്ട്. നിലവിൽ STPI, അതോടൊപ്പം തന്നെ STPIയുടെ പങ്ക് നമ്മൾ കണ്ടത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ടു. അവിടെ ജമാഅത്തെ ഇസ്ലാമി പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ പോയി മുസ്ലിം ലീഗിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി വോട്ട് തേടുന്നു നമ്മൾ കണ്ടല്ലോ. ഇവിടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇവരൊന്നിച്ചല്ലേ പ്രവർത്തിക്കുന്നത്? എന്താ സംശയം? അത് അപകടകരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും. ഈ മലപ്പുറത്തെ സമ്മേളനം ഉൾപ്പെടെ അപ്പോൾ ഇത്തരം മതനിരപേക്ഷ അടിത്തറയ്ക്ക് വെല്ലുവിളിയാകുന്ന സംഗതികൾക്കെതിരായ ആശയ സമരം തന്നെയായിരിക്കും. തീർച്ചയായും, എന്താ സംശയം? ഒരു വിഭാഗം ആളുകൾ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി വർഗീയതയെ പുകഴ്ത്തി പറയുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതിനെ ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് CPM-ൻ്റെ ലക്ഷ്യം. ഇടതുപക്ഷ കക്ഷികൾ ആ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കും. അത്തരത്തിലുള്ള പോരാട്ടം തന്നെയാണ് ഭാവിയിലും ഉണ്ടാകാൻ പോകുന്നത്. CPM-ന്റെ മലപ്പുറം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് മന്ത്രി കൂടിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ. ഓക്കെ, മുബഷിർ പി അക്ബറാണ് ചേർന്നത്. മുബഷിർ പി അക്ബർ, വിജയരാഘവന്റെ പ്രസ്താവന തീർച്ചയായിട്ടും മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അതിലിപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വി അബ്ദുറഹ്മാൻ. പ്രിയങ്ക ഗാന്ധിയും രാഹുലും ഒക്കെ ജയിച്ചു പോയത് വർഗീയ ചേരിയുടെ പിന്തുണയോടുകൂടിയാണ്. പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാനെത്തിയവരുടെ മുന്നിൽ തീവ്ര വർഗീയ സംഘടനകളിൽപ്പെട്ടവരൊക്കെ ഉണ്ട് എന്നുള്ളതായിരുന്നു ആ വിവാദ പരാമർശം. അതിനിപ്പോൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണല്ലേ അബ്ദുൾ റഹ്മാൻ. അത് വരാനിരിക്കുന്ന ഈ മലപ്പുറം CPM-ന്റെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാവുന്നത് എന്തൊക്കെയാണ് എന്നതിൻ്റെ സൂചന കൂടിയായിരിക്കുമല്ലേ മുബഷീർ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരികുമാർ. തീർച്ചയായും അത്തരം സൂചനകൾ തന്നെയാണ് സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 2 തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വിജയരാഘവൻ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് വർഗീയ കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയിച്ചതെന്നായിരുന്നു. പിന്നീട് CPM-ന്റെ തന്നെ മുതിർന്ന നേതാക്കൾ ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. സ്വാഭാവികമായി വടക്കൻ കേരളത്തിലെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളുടെ സമ്മേളനത്തിലേക്ക് CPM കടക്കുമ്പോൾ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കുമെന്ന സൂചന തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ ഒരു സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളൊന്നായിട്ടുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കുന്നത്. മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ച് പ്രത്യക്ഷമായി തന്നെ ഇത്തരം വിമർശനങ്ങളിലേക്ക് CPM കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ വിമർശനം ഇക്കാര്യത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ലീഗിനെതിരെ നടത്തുന്നു എന്നുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷവും ആ ഒരു സംഘടനയിൽ, ആ ഒരു ആശയത്തിൽ ആകർഷകരായിരുന്ന
ആളുകളെ സ്വാധീനിക്കാൻ പാകത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പരോക്ഷമായി ലീഗിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. SDPI, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മലപ്പുറത്ത് SDPIയും ലീഗും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് വി അബ്ദുറഹിമാൻ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയത പടർത്തുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ കേരളത്തിന് അപമാനകരമാണ്, അപകടകരമാണ്. അതിനെതിരായ ആശയ സമരം തന്നെയായിരിക്കും മലപ്പുറത്തെ ജില്ലാ സമ്മേളനം ഉൾപ്പെടെ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ ഈ ഒരു ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് CPM പുറത്തുവിട്ട ഒരു പ്രസ്താവനയിൽ അവസാന ഭാഗത്ത് അവർ പറയുന്നുണ്ട്, ജില്ലയിലെ മതനിരപേക്ഷ അടിത്തറയ്ക്കുൾപ്പെടെ വിള്ളലുണ്ടാക്കുന്ന, വെല്ലുവിളിയാകുന്ന തരത്തിൽ ഇവിടെ മതഭീകര ആശയങ്ങൾ വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മുസ്ലിം ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിയെയും SDPIയും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമീപനം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിമർശനമായിട്ടാണ് CPM പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൽ അത് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് അബ്ദുറഹിമാന്റെ പ്രതികരണത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അരുൺകുമാർ.